സംഖ്യാപുസ്തകം 4 അധ്യായം ഭാരതങ്ങൾ. യഹോവ പിന്നെയും മോശെയോടും അഹരോനോടും അരുൾ ചെയ്തത്, ലേവ്യരിൽ വെച്ച് കെഹാത്യരിൽ 30 വയസ്സു മുതൽ 50 വയസ്സ് വരെ ഉള്ളവരായ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നു എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി തുകയെടുപ്പിൻ. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ചു കെഹാത്യരുടെ വേല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപ്പെട്ടകം മൂടണം. തൗശുതോൽ കൊണ്ട് മൂടി അതിൻ്റെ മേൽ ഇട്ട് അതിനു മീതെ നീലശീല വിരിച്ച് തണ്ടു ചെലുത്തണം. കാഴ്ചയപ്പത്തിൻ്റെ മേശമേലും ഒരു നീലശീല വിരിച്ച് അതിന്മേൽ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വെക്കണം. നിരന്തരമായി അപ്പവും അതിന്മേൽ ഇരിക്കണം. അവയുടെ മേൽ ഒരു ചുവപ്പു ശീല വിരിച്ച് തൗശുതോൽ കൊണ്ടുള്ള മൂടി വിരയാൽ അത് മൂടുകയും തണ്ടു ചെലുത്തുകയും വേണം. ഒരു നീലശീല എടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിൻ്റെ ദീപങ്ങളും ചവണകളും കരിന്തിരി മുറിച്ചിടുന്ന പാത്രങ്ങളും അതിൻ്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടണം. അതും അതിൻ്റെ പാത്രങ്ങളൊക്കെയും തൗശുതോൽ കൊണ്ടുള്ള ഒരു വിരയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടണം. സ്വർണ്ണപീഠത്തിന്മേൽ അവർ ഒരു നീലശീല വിരിച്ച് തൗശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ടു ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവർ എടുത്ത് ഒരു നീലശീലയിൽ പൊതിഞ്ഞ് തൗശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടുകയും വേണം. അവർ യാഗപീഠത്തിൽ നിന്ന് വെണ്ണീർ നീക്കി അതിന്മേൽ ഒരു ധൂമശീല വിരിക്കണം. അവർ അതിന്മേൽ ശുശ്രൂഷ ചെയ്യേണ്ടതിനുള്ള ഉപകരണങ്ങളായ കലശം, മുൾക്കൊളുത്ത്, ചട്ടുകം, കലം എന്നിങ്ങനെ യാഗപീഠത്തിൻ്റെ ഉപകരണങ്ങളൊക്കെയും അതിന്മേൽ വയ്ക്കണം. തൗശുതോൽ കൊണ്ടുള്ള ഒരു വിരി അതിന്മേൽ വിരിക്കുകയും തണ്ടു ചെലുത്തുകയും വേണം. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെയും മൂടിത്തീർന്ന ശേഷം കെഹാത്യർ ചുമപ്പാൻ വരേണം. എന്നാൽ അവർ മരിക്കാതിരിക്കേണ്ടതിന് വിശുദ്ധമായതൊന്നും തൊടരുത്. സമാഗമന കൂടാരത്തിൽ കെഹാത്യരുടെ ചുമട് ഇവ തന്നെ. പുരോഹിതനായ അഹരോന്റെ മകൻ എലെയാസാർ നോക്കേണ്ടത്. വെളിച്ചത്തിനുള്ള എണ്ണ, സുഗന്ധധൂപവർഗം, നിരന്തര ഭോജനയാഗം, അഭിഷേക തൈലം എന്നിവയും തിരുനിവാസം മുഴുവനും അതിലുള്ളതൊക്കെയും വിശുദ്ധ മന്ദിരവും അതിൻ്റെ ഉപകരണങ്ങളും തന്നെ. യഹോവ പിന്നെയും മോശെയോടും അഹരോനോടും അരുൾ ചെയ്തത്, നിങ്ങൾ കെഹാത്യ കുടുംബങ്ങളുടെ ഗോത്രത്തെ ലേവ്യരിൽ നിന്ന് ഛേദിച്ചു കളയരുത്. അവർ അതിവിശുദ്ധ വസ്തുക്കളോട് അടുക്കുമ്പോൾ മരിക്കാതെ ജീവനോടിരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യുവിൻ. അഹരോനും പുത്രന്മാരും അകത്തു കടന്ന് അവരിൽ ഓരോരുത്തനെ അവനവൻ്റെ വേലയ്ക്ക് അവനവൻ്റെ ചുമട്ടിനും ആക്കണം. എന്നാൽ അവർ വിശുദ്ധ മന്ദിരം കണ്ടിട്ട് മരിച്ചു പോകാതിരിക്കേണ്ടതിന് ക്ഷണനേരം പോലും അകത്തു കടക്കരുത്. യഹോവ പിന്നെയും മോശെയോട് അരുൾ ചെയ്തത്, ഗെർശോന്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണിത്തുക എടുക്കുക. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും എണ്ണേണം. സേവ ചെയ്യുന്നതിൽ ചുമടെ എടുക്കുന്നതിലും ഗെർശോന്യ കുടുംബങ്ങളുള്ള വേല എന്തെന്നാൽ, തിരുനിവാസത്തിൻ്റെ തിരശ്ശീല, സമാഗമന കൂടാരം, അതിൻ്റെ മൂടുവിരി, തൗശുതോൽ കൊണ്ടുള്ള അതിന്മേലുള്ള പുറമുടി, സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനുള്ള മറശ്ശീല, പ്രാകാരത്തിൻ്റെ മറശ്ശീല, തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ വാതിലിനുള്ള മറശ്ശീല, അവയുടെ കയർ എന്നിവയും അവയുടെ ഉപയോഗത്തിനുള്ള ഉപകരണങ്ങളൊക്കെയും അവർ ചുമക്കണം. അവയെ സംബന്ധിച്ച് ചെയ്യുവാനുള്ള വേലയൊക്കെയും അവർ ചെയ്യണം. ഗെർശോന്യരുടെ എല്ലാ ചുമടുകളും എല്ലാ വേലയും സംബന്ധിച്ചുള്ളതൊക്കെയും അഹരോന്റെയും പുത്രന്മാരുടെയും കൽപ്പന പ്രകാരമായിരിക്കണം. അവരുടെ എല്ലാ ചുമടും നിങ്ങൾ അവരുടെ വിചാരണയിൽ ഏൽപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ ഗെർശോന്യരുടെ കുടുംബങ്ങൾക്കുള്ള വേല ഇതുതന്നെ. അവരുടെ സേവ പുരോഹിതനായ അഹരോന്റെ മകൻ ഈതാമാരിന്റെ കൈക്കീഴിലായിരിക്കണം. മെരാര്യരെയും കുലം കുലമായും കുടുംബം കുടുംബമായും എണ്ണേണം. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും നീ എണ്ണേണം. സമാഗമന കൂടാരത്തിൽ അവർക്കുള്ള എല്ലാ വേലയുടെയും മുറയ്ക്ക് അവർ എടുക്കേണ്ടുന്ന ചുമട് എന്തെന്നാൽ, തിരുനിവാസത്തിൻ്റെ പലക, അന്താഴം, തൂണ്, ചുവട്, ചുറ്റുമുള്ള പ്രാകാരത്തിൻ്റെ തൂണ്, ചുവട്,
കുറ്റി, കയറ് എന്നിവയും അവയുടെ ഉപകരണങ്ങളൊക്കെയും അവ സംബന്ധിച്ചുള്ള എല്ലാ വേലയും തന്നെ അവർ എടുക്കേണ്ടുന്ന ഉപകരണങ്ങൾ നിങ്ങൾ പേർ വിവരമായി അവരെ ഏൽപ്പിക്കണം. പുരോഹിതനായ അഹറോന്റെ മകൻ ഈതാമാരിന്റെ കൈക്കീഴെ സമാഗമന കൂടാരത്തിൽ മെരാരിയുടെ കുടുംബങ്ങൾക്കുള്ള സകല സേവയുടെയും മുറയ്ക്ക് അവർ ചെയ്യേണ്ടുന്ന വേല ഇതുതന്നെ. മോശയും അഹ്റോനും സഭയിലെ പ്രഭുക്കന്മാരും കെഹാത്യർ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്ന എല്ലാവരെയും കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണി അവരിൽ കുടുംബം കുടുംബമായി എണ്ണപ്പെട്ടവർ രണ്ടായി തിരിഞ്ഞ് 750 പേർ മോശെ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും കെഹാത്യ കുടുംബങ്ങളിൽ എണ്ണിയവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ ഉള്ളവർ എല്ലാം ഇവൾ തന്നെ. ഗേർശോന്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവർ 2630 പേർ യഹോവ കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും ഗെർശോനിയ കുടുംബങ്ങളിൽ എണ്ണിയവരായി സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാനുള്ളവർ എല്ലാം ഇവർ തന്നെ. മെരാരി കുടുംബങ്ങളിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണപ്പെട്ടവരോ 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിൽ വേല ചെയ്യുവാൻ സേവയിൽ പ്രവേശിക്കുന്നവരായി അവരിൽ കുടുംബം കുടുംബമായും എണ്ണപ്പെട്ടവർ ആകെ 3600 പേർ. യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ മോശയും അഹ്റോനും മെരാരി കുടുംബങ്ങൾ എണ്ണിയവർ ഇവർ തന്നെ. മോശയും അഹ്റോനും ഇസ്രായേൽ പ്രഭുക്കന്മാരും ലേവ്യരിൽ കുടുംബം കുടുംബമായും കുലം കുലമായും എണ്ണിയവരായും 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ സമാഗമന കൂടാരത്തിലെ സേവയും ചുമട്ടുവേലയും ചെയ്യുവാൻ പ്രവേശിച്ചവർ ആകെ 8580 പേർ ആയിരുന്നു. യഹോവയുടെ കൽപ്പന പ്രകാരം അവർ മോശെ മുഖാന്തരം ഓരോരുത്തൻ താന്താന്റെ വേലയ്ക്കും താന്താന്റെ ചുമട്ടിനും തക്കവണ്ണം എണ്ണപ്പെട്ടു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ അവരെ എണ്ണി.